ഇടതുമുന്നണിയുടെ പ്രതിനിധി INL നേതാവ് ശ്രീ ജലീലിലേക്ക് പോവുകയാണ്. ശ്രീ ജലീൽ, ഇന്ന് DYFI പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തിയപ്പോൾ സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞാൻ ചിരിക്കുകയായിരുന്നു. DYFIക്ക് CPMന് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ള, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെടാനുള്ള ധാർമ്മിക അവകാശം ഉണ്ടോ? സ്വയം ഒരു ആത്മപരിശോധന നടത്തേണ്ട സമയം കൂടിയല്ലേ ഇത്? തീർച്ചയായിട്ടും ഞാൻ ആദ്യമായിട്ട് അഭിനന്ദനം അർപ്പിക്കുകയാണ്. കാരണം പലപ്പോഴും ഒരു സമൂഹത്തെ ടാർഗറ്റ് ചെയ്ത് അവരുടെ പേരിൻ്റെ നിറം മാത്രം നോക്കി ചർച്ചകൾ സംഘടിപ്പിക്കുന്ന ഒരു സംവിധാനം ഇന്ന് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വിഷയം ഏറ്റെടുത്തിരിക്കുന്നു. കേൾക്കുന്നുണ്ടോ സാർ? കേൾക്കാം, പറഞ്ഞോളൂ. ഇന്നൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയം നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ അതിൽ ആദ്യമായി ദൈവത്തോട് നന്ദി. സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയം മാത്രമേ ജനം ടിവി എടുക്കാറുള്ളൂ. രാഹുൽ എന്നതായിപ്പോയി. ഫോർ യുവർ ഇൻഫർമേഷൻ. അല്ല, അങ്ങനെ തുടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ അങ്ങനെ തുടരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നോക്കൂ, കേരളത്തിൻ്റെ പൊതുപ്രവർത്തന മേഖല ഏറ്റവും മഹനീയമായ ഒന്ന് തന്നെ ആയിരുന്നു. നമ്മുടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പറഞ്ഞിട്ടുണ്ട്, ദേഹം ദേവാലയമാണ്. ദേവാലയത്തോട് നാം കാട്ടുന്ന എല്ലാ സ്നേഹ ബഹുമാന ആദരവുകളും ആ പൊതുപ്രവർത്തനത്തോട്, അഥവാ പൊതുപ്രവർത്തകനായ ദേഹത്തോടും നമ്മൾ കാട്ടണം. ഇവിടെ ഇപ്പോഴേ ഇതിനെ ആരെയും ന്യായീകരിക്കാൻ ഈ അവസരത്തിൽ എനിക്ക് താല്പര്യമില്ല. ഇത് കേരളീയ പൊതുസമൂഹം ഇന്ന്, പൊതുപ്രവർത്തന മേഖല ഇന്ന് എത്തപ്പെട്ടിട്ടുള്ള ഏറ്റവും കടുത്ത ഒരു അപജയത്തെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഇത്തരത്തിലുള്ള അപജയങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ കോൺഗ്രസിനെ പോലെ, അതുപോലെ തന്നെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ പോലെയുള്ള ഒരു ദീർഘദൃഷ്ടിയായ മഹാനായ നേതാവ്, സമാനതുല്യരായ നേതാക്കൾ സൃഷ്ടിച്ചെടുക്കപ്പെട്ട് പുതിയ തലമുറയ്ക്ക് കൈമാറിയ കോൺഗ്രസിനെ പോലെയുള്ള ഒരു പാർട്ടിയുടെ നേതാവ് തന്നെ ഇത്തരത്തിലുള്ള ഒരു അപജയത്തിലേക്ക് നീങ്ങുന്നത് എന്നെ ആശ്ചര്യപ്പെടുത്തുകയാണ്. നോക്കൂ, ഞാൻ ഒരു നാഷണൽ ലീഗിൻ്റെ പ്രവർത്തകനാണ്. ഞാൻ രാഷ്ട്രീയം പഠിച്ചത് ഇബ്രാഹിം സുലൈമാൻ സേട്ടിൽ നിന്നാണ്. അദ്ദേഹം 37 വർഷക്കാലം ഇന്ത്യൻ പാർലമെൻറ്റിൽ അംഗമായതാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോടും അദ്ദേഹത്തിൻ്റെ ആശയത്തോടും വിയോജിപ്പുണ്ടാകാം. പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ ആകണമെന്ന് അദ്ദേഹം തൻ്റെ 60 ആണ്ടത്തെ പൊതുജീവിതം കൊണ്ട് കാട്ടിത്തന്നിട്ടുണ്ട്. അത് ഞങ്ങളെപ്പോലുള്ളവർക്ക് അനുഭവമാണ്. 47 ഡിഗ്രി ചൂടിൽ ഡൽഹിയുടെ തെരുവോരങ്ങളിൽ ആട്ടോറിക്ഷയ്ക്ക് കാത്തു നിൽക്കുന്ന സേട്ടിനെ സംബന്ധിച്ച് അന്ന് വാർത്താമാധ്യമങ്ങൾ അദ്ദേഹം മരിച്ചതിനു ശേഷം വലിയ രീതിയിൽ വാർത്തകൾ എഴുതിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സുലൈമാൻ സേട്ടിൽ നിന്നും സാക്ഷാൽ PK കുഞ്ഞാലിക്കുട്ടിയിലേക്ക് എത്ര ദൂരമുണ്ടോ അത്രയും ദൂരമാണ് രാജേന്ദ്ര പ്രസാദിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ഉള്ളതെന്ന് കൃത്യമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു പുതിയ പൊളിച്ചെഴുത്ത് പൊതുപ്രവർത്തന രംഗത്ത് വേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ എന്നെപ്പോലെയുള്ള സാധാരണ പൊതുപ്രവർത്തകർ ഇപ്പോൾ ചെന്നൈയിൽ പോയി ലോക്കൽ കമ്പാർട്ട്മെൻറ്റ് ട്രെയിനിലായിരുന്നത്. പക്ഷേ ഇന്ന് അതിനെ സംബന്ധിച്ച് കോൺഗ്രസ്സുകാർക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? ഇന്ന് റാഡോ വാച്ചും ഇന്നോവ കാറും പളുപളുത്ത കതർ ഷർട്ടും വലിയ നോട്ടിൻ്റെ കനങ്ങളുമൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ നിശ്ചയിക്കുന്ന ഈ കാലത്ത്, സുഖലോലുപതയുടെ പറുദീസയായി കേരളത്തിൻ്റെ പൊതു പ്രവർത്തന മേഖല മാറിയ കാലത്ത് രാഹുൽ പോലെയുള്ള ആഭാസന്മാർ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന കാര്യം താങ്കൾ വിസ്മരിക്കുന്നു. ഇടതുമുന്നണി യോഗത്തിൽ INLൻ്റെ പ്രതിനിധിയോടൊപ്പം വന്നിരിക്കുന്നത് കേരള കോൺഗ്രസ് B നേതാവ് KB ഗണേഷ് കുമാറാണ്. അത് താങ്കൾ മറന്നുപോയി എന്ന് തോന്നുന്നു. മാത്രമല്ല, സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ഇരിക്കുന്നത് P ശശിയാണ്. P ശശിയെ CPMൽ നിന്ന് എന്തിനാണ് പുറത്താക്കിയത് എന്ന് താങ്കൾക്ക് അറിയാത്തതാണോ? താങ്കൾ ഈ താരതമ്യം നടത്തണ്ട. കോൺഗ്രസ് ഈ വിഷയത്തിൽ മേലോട്ട്
നിൽക്കുന്നു, ഞങ്ങൾ താഴെയാണ് എന്നതാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അതോ ഈ ഇടതുമുന്നണിയിലുള്ളവരൊക്കെ ശുദ്ധരാണ് എന്നാണോ പറഞ്ഞു വരുന്നത്? യാതൊരു കളങ്കവുമില്ലാത്തവരാണോ ഇടതുമുന്നണിയിൽ ഇരിക്കുന്നത്? അതും പ്രധാനപ്പെട്ട താക്കോൽ ധാരങ്ങളിൽ ഇരിക്കുന്ന ആളുകളാണ്. പി ശശിയുടെയും കെ ബി ഗണേഷ് കുമാറിൻ്റെയും ചരിത്രം മാത്രമേ താങ്കൾക്ക് അറിയൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പൊതു മാധ്യമരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് താങ്കൾ. താങ്കൾ നീലലോഹിതദാസൻ നാടാരെ അറിയുമോ? അറിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താങ്കൾ പി ജെ ജോസഫിനെയും അറിയും. ഒരു വിമാനത്തിൽ വെച്ചുകൊണ്ട് മുന്നിലിരുന്ന സഹയാത്രികരെയോട് അപമര്യാദയായി പെരുമാറിയ പി ജെ ജോസഫിനോട് വിമാനം ലാൻഡ് ചെയ്തപ്പോൾ രാജി എഴുതി വാങ്ങിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. നീലലോഹിതദാസ് പാർശ്വവൽകൃത സമൂഹങ്ങൾക്കായി ജീവിതം സമർപ്പിക്കപ്പെട്ട ഏറ്റവും നല്ല പൊതുപ്രവർത്തകനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ആരോപണം ഉയർന്നപ്പോൾ ആരോപണ വിധേയനായി എന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിൽ നിന്നും രാജി എഴുതി വാങ്ങിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. കെ ബി ഗണേഷ് കുമാറിൽ അരുതായ്മകൾ സംഭവിച്ച കാലഘട്ടത്തിൽ ഉണ്ടെങ്കിൽ അത് കെ ബി ഗണേഷ് കുമാർ UDFിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന മലീമസമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലായിരുന്നു. ഇനി താങ്കൾ പറഞ്ഞ പി ശശിക്കെതിരായിട്ട് എന്തെങ്കിലും ആരോപണങ്ങൾ കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സമഗ്രമായ സംഘടനാപരമായ അന്വേഷണം നടത്തി കൃത്യമായ അച്ചടക്ക നടപടികൾ സ്വീകരിച്ച് എത്ര കാലത്തോളം അദ്ദേഹത്തെ മാതൃകാപരമായി പാർട്ടി മാറ്റി നിർത്തി ശിക്ഷിക്കപ്പെട്ട് വീണ്ടും മാപ്പ് അപേക്ഷിച്ച് തിരിച്ചു കൊണ്ടുവന്ന ഒരു പൊതുപ്രവർത്തകനാണ് പി ശശി. അത്തരത്തിലുള്ള ഒരു നിലപാട് തീവ്രത കുറവായിരുന്നു. തീർച്ചയായിട്ടും പി ശശിയുടെയും പി കെ ശശിയുടെയും ഒക്കെ പീഡനങ്ങൾക്ക് തീവ്രത കുറവായിരുന്നു. അല്ല, അങ്ങനെ നമുക്ക് പറയാം. തെറ്റു ചെയ്യുന്നവനെ ശിക്ഷിക്കാൻ CPM ഇവിടെ അധികാരമില്ല. അത് സുപ്രീം കോടതിയും നീതിന്യായ വ്യവസ്ഥയുണ്ട്. അതിൽ കുറ്റങ്ങളുടെ ക്രമമനുസരിച്ച് കോടതി ശിക്ഷ. ഇവിടെ സംഘടനാപരമായ നടപടികൾക്ക് മാത്രമേ BJPക്കായാലും. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. ഈ ആരോപണങ്ങൾ എന്തെങ്കിലും കഴമ്പുള്ളത് കൊണ്ടല്ല രാജിവെച്ചതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ധാർമ്മികത മുൻനിർത്തിയാണ് തൻ്റെ രാജി എന്ന് പറയുകയുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന അഭിപ്രായമാണോ ഇടതുമുന്നണിക്കുള്ളത്? അത്തരത്തിലൊരു ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ MLA സ്ഥാനം രാജിവെക്കുക എന്നുള്ളത് ഭരണപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാക്കും. നാളെ ആർക്കെതിരെയും ആരോപണങ്ങൾ വരാം. പക്ഷേ കേരളീയ പൊതുജീവിതത്തിൽ ഒരു മാനദണ്ഡമുണ്ട്, ഒരു കീഴ്വഴക്കമുണ്ട്. ഇത്തരം ആരോപണങ്ങൾ നേരിട്ടവർ സംഘടനാപരമായി രാജിവെച്ചു മാറി നിന്ന ഒരു ചരിത്രമാണ് കേരളീയ പൊതുസമൂഹത്തിനുള്ളത്. അത് നീലൻ്റെ വിഷയത്തിലായാലും, അതുപോലെ തന്നെ പി ശശിയുടെ വിഷയത്തിലായാലും, അതുപോലെ തന്നെ കെ ബി ഗണേഷ് കുമാറിൻ്റെ വിഷയത്തിലായാലും സമാനമായ ധാരാളം അനുഭവങ്ങൾ നമുക്ക് എടുത്തു കാട്ടാൻ സാധിക്കും. എന്നാൽ ദേശീയ തലത്തിൽ നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞതുപോലെ BJPയും ഇത്തരം നടപടികളിൽ നിന്നും ഒഴിവാക്കപ്പെടേണ്ടതില്ല. പക്ഷേ അതൊരു ദേശീയ സ്വഭാവമുള്ള സംഭവമായതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഈ സംഭവമായിട്ട് താരതമ്യം ചെയ്യാൻ എന്നിലെ രാഷ്ട്രീയം അതിന് അനുവദിക്കുന്നുമില്ല. കാരണം ഇതിൽ കക്ഷി രാഷ്ട്രീയമല്ല പ്രധാനം. ഞാനും താങ്കളുമൊക്കെ അടങ്ങപ്പെടുന്ന കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയവും പൊതുമാധ്യമ മേഖലയുമൊക്കെ എത്തപ്പെട്ടിട്ടുള്ള ഒരു അപജയത്തെ സംബന്ധിച്ചിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത്.